രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭക്കേസ് 48 മണിക്കൂറോളം തുടർച്ചയായി ചർച്ച ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഗർഭക്കേസിന്റെ പുറത്ത് രാജിവെപ്പിച്ചേ അടങ്ങൂ എന്ന് ശപഥം ചെയ്ത് മാധ്യമ ചർച്ചകളും നടത്താം. എന്നാൽ കേരളത്തെ പിടിച്ചുകുലുക്കുന്ന, ഭയപ്പെടുത്തുന്ന വലിയ വിപത്തുകളെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഈ സമീപനമാണ്. വാപൂട്ടി ഓച്ഛാനിച്ച് നിൽക്കുകയാണ്. കാരണം എന്താണ്? കേരളത്തെ ഭയപ്പെടുത്തുന്ന ഈ വാർത്ത പുറത്തു വന്നത് ഒരു BJP കേന്ദ്രത്തിൽ നിന്നാണ്. മീഡിയ വൺ സധൈര്യം ഇത് ചർച്ചയാക്കിയിട്ടുണ്ട്. ഇത് വലിയ വിഷയമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പാലക്കാട് BJP പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് വലിയ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി എന്നതാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്ന ആ വാർത്ത. ഒന്ന് കാണാം. പാലക്കാട് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നടന്ന സ്ഫോടനത്തിൽ പോലീസ് പരിശോധന. BJP പ്രവർത്തകനായ കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കളുമാണ് കണ്ടെത്തിയത്. സുരേഷ് ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നോക്കുക, പാലക്കാട് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമാണ്. എന്ന് മാത്രമല്ല, ഈ അടുത്ത് പാലക്കാട് വലിയ ചർച്ചയായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ, CPM പ്രവർത്തകർ 2 ഭാഗങ്ങളായി നിന്ന് എന്നാൽ ഒന്നിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടന്നാക്രമണം നടത്തിയപ്പോഴാണ്. ഈ സംഭവം എന്ന് പറയുന്നത് ഇതേ പാലക്കാടുണ്ടായതാണ്. ഒരു സ്കൂളിൽ നിന്ന് സ്ഫോടക വസ്തുശേഖരം പിടിച്ചെടുക്കുന്നു. നോക്കുക, പണ്ട് P ജയരാജൻ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്നത്തെ പോലീസ് ഉന്നതന് അയച്ച ഒരു പരാതിയിൽ പറഞ്ഞത് കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് RSS വ്യാപകമായി ആയുധ പരിശീലനം നടത്തുന്നു, സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പരിശോധനയ്ക്ക് തയ്യാറാകണം പോലീസ് എന്നായിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കം. അന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ കണ്ണൂർ റിപ്പോർട്ടറായിരുന്നു. ആ സംഭവം, ആ കത്ത് സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഏകദേശം ഒരു 7 വർഷത്തോളം പഴക്കമുണ്ട് ആ പരാതിക്ക്. പക്ഷെ അങ്ങനെ ഒരു ഗൗരവതരമായ പരാതി അന്ന് കിട്ടിയിട്ടും, അന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ആഭ്യന്തരമന്ത്രിയും ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അന്ന് ആ നിലനിൽക്കുന്ന പരാതി, അല്ലെങ്കിൽ അന്ന് കൊടുത്ത ആ പരാതി, അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനയാണ്, തെളിവാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. പാലക്കാട് ഒരു സ്കൂളിൽ സ്ഫോടക വസ്തു, RSSന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അവിടുത്തെ ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ വലിയൊരു ശേഖരം പിടിച്ചെടുക്കുകയാണ്. 24 ഡിറ്റനേറ്ററുകളും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ സ്ഫോടക വസ്തു ശേഖരവുമാണ് പിടികൂടിയത്. ഇത് ഓണത്തിനോ വിഷുവിനോ പൊട്ടിക്കാനുള്ള പടക്കമുണ്ടാക്കി കളിക്കുന്ന പരിപാടിയല്ല. വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും അനുബന്ധ വസ്തുക്കളുമാണ്. നീ ഇപ്പോൾ പറയും ഇയാൾ മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ ഇത് തൊട്ടടുത്തുള്ള പാറ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ അത് അയാളുടെ കുടിൽ വ്യവസായത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് പല കഥകളും വരും. മിക്കവാറും മാനസിക രോഗി കഥയ്ക്കാണ് സാധ്യത കൂടുതൽ. കേരളത്തിലെ സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ ഇത്തരം പല കേസുകളിൽ പിടിക്കപ്പെടുമ്പോഴും, ഗൗരവതരമായ പല കേസുകളിൽ പിടിക്കപ്പെടുമ്പോഴും ആദ്യം തന്നെ വരുന്നൊരു കഥ ഇത് മാനസിക രോഗിയാണ് എന്നാണ്. വർഗീയ കലാപം ലക്ഷ്യമിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ ചില പ്രത്യേക സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചവനും മാനസിക രോഗി. അന്യമത വിദ്വേഷം വളർത്തുന്ന രീതിയിൽ പല വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവനെ പിടിച്ചാലും അവരും മാനസിക രോഗി. എന്നാലോചിച്ച് നോക്കുക, സുമേഷ് എന്നോ സന്തോഷ് എന്നോ മറ്റോ ആണ് ഈ BJP പ്രവർത്തകൻ്റെ പേര്. അത് ഫൈസലോ റഹീമോ മുഹമ്മദോ ഒക്കെ ആയിരുന്നെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. BJPയുടെ നിലപാടെന്തായിരിക്കും? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ വന്ന് അവിടെ കുഴിച്ചുകൊണ്ട് പോകണമെന്ന് പറയില്ലേ? അയാളുടെ കുടുംബത്തെ അടക്കം വേട്ടയാടില്ലേ? CPM വെറുതെ ഇരിക്കുമോ? ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് CPMൻ്റെ ചില നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കിയെന്നതിനപ്പുറത്തേക്ക് BJPക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള എന്ത് പ്രതിഷേധമാണ് CPM പാലക്കാട് സംഘടിപ്പിച്ചത്. അതേസമയം ഇതേ ആളുകൾ, CPMൻ്റെ ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭക്കഥ വന്നപ്പോൾ സകല നേതാക്കളും പാലക്കാട് അണിനിരുന്ന് ചാനലുകൾക്ക് മുന്നിൽ ഉറഞ്ഞുതുള്ളി. മാധ്യമങ്ങളൊക്കെ നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ ചർച്ചയാക്കി. 48 മണിക്കൂർ സമയമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കുമെന്ന് പറഞ്ഞ് പല കഥകളും പ്രചരിപ്പിച്ചു. എന്നാലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസാണോ ഈ നിരന്തരമായി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന്, അതും ഒരു സ്കൂളിൽ നിന്നടക്കം ഇത്രയും വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത കേസാണോ മാധ്യമങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്? ഇതാദ്യത്തെ സംഭവമാണോ? കണ്ണൂരിൽ കഴിഞ്ഞ വർഷം ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു BJPക്കാരൻ്റെ വീട്ടിലിരുന്നത് പൊട്ടിത്തെറിച്ചു. അതിനിടയിൽ പല സംഭവങ്ങളും ചെറുതും വലുതുമായി ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് എന്ത് കർശന നടപടി സ്വീകരിക്കുന്നു എന്നാണ് അറിയാനുള്ളത്. എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ എത്രത്തോളം തീവ്രമായ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു എന്നറിയാനും താല്പര്യമുണ്ട്. ഇത് ചെറിയ കാര്യമല്ല.
കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന വിധത്തിൽ നിരന്തരമായി ഇരു വിഭാഗങ്ങൾ തമ്മിലടിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ ഒരു വിഭാഗം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല SDPIയുമായി ഏറ്റവും അധികം സംഘർഷം നിലനിൽക്കുന്ന, BJPക്ക് സംഘർഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ കൊലപാതകവും, കേരളത്തിൽ നടുക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് കലുഷിതമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം കത്തി നിൽക്കുകയാണ്. രാഹുലിനെ പാലക്കാട് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞത് BJPയുടെ ജില്ലാധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനാണ്. C. കൃഷ്ണകുമാർ എന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒപ്പം ഉണ്ടായിരുന്നു. ഇവരൊക്കെ തീവ്രമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിടുമെന്ന് പറഞ്ഞവരാണ്. അതിനിടയിലാണ് ഈ പറയുന്ന സ്ഫോടക വസ്തുശേഖരം കണ്ടെത്തുന്നത്. ഇത് ആർക്കെതിരെ പ്രയോഗിക്കാനാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ മണ്ഡലത്തിലെത്തുമ്പോൾ അയാളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഫോടക വസ്തുശേഖരമാണോ ഇത്? ആ ചോദ്യം ശക്തമായി തന്നെ ഉയർന്നു വരികയാണ്. കാരണം നിലവിൽ പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ്. കാരണം അവിടുത്തെ സിറ്റിംഗ് MLA, ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA, ആ MLA വിജയിച്ചത് BJPയിലെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കമുള്ള വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ്. 18,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ കോൺഗ്രസിനുണ്ടായത്. അതിൽ തന്നെ BJPയുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന പാലക്കാട് നഗരത്തിൽ BJPക്ക് പോൾ ചെയ്യപ്പെടേണ്ട വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. കുറേ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലേക്ക് വന്ന, BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ പാലക്കാട്ടെ BJP നേതാക്കൾക്കെതിരെ നിരന്തരമായി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർ BJP കേന്ദ്രങ്ങളിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള പല പ്രാദേശിക നേതാക്കളെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് ശേഖരങ്ങൾ വ്യാപകമായി കാണപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായ രണ്ടാമത്തെ സംഭവമാണ്. ഇത് ആരെ ലക്ഷ്യം വെച്ചുള്ളതാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണോ ലക്ഷ്യം? സന്ദീപ് വാര്യരാണോ ലക്ഷ്യം? ഇനി അതല്ല, പാലക്കാട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊരു വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക, ഒരു കലാപത്തിലേക്ക്, സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക എന്നതാണോ ലക്ഷ്യം? സമഗ്രമായി പോലീസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പാലക്കാട് ജില്ലാ BJP നേതൃത്വം വല്ലാത്ത പ്രതിസന്ധിയിൽ, പ്രതിരോധത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടുവന്ന ഒരു ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആരോപണം ചീറ്റിപ്പൊളിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ സന്ദീപ് വാര്യരോടുള്ള അടങ്ങാത്ത പക, C. കൃഷ്ണകുമാറിനെതിരെ ഒരു യുവതി പരാതി കൊടുത്ത സാഹചര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മണ്ഡലത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ വെല്ലുവിളി, അങ്ങനെ തീവ്രമായൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് CPMഉം കോൺഗ്രസിനെ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ CPM സ്വീകരിക്കുന്ന നിലപാട് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെ കാട്ടിയ ആവേശത്തിൻ്റെ 10-1 പോലും ഈ വിഷയത്തിൽ BJPക്ക് നേരെ, അതായത് BJP പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് ബോംബ് കണ്ടെടുക്കുന്നു, RSSൻ്റെ സ്കൂളിൽ നിന്ന് നേരെ, RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നിന്ന് ബോംബുകൾ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിലൊന്നും CPM ശക്തമായി ഇടപെടുന്നില്ല എന്നൊരു ആക്ഷേപം എനിക്കുണ്ട്. ചില നേതാക്കൾ പ്രസ്താവന നടത്തുന്നുണ്ട്. എന്നതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ഒന്നും CPM അവിടെ നടത്തുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഇത് വളരെ ഗൗരവതരമായി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശേഖരിച്ചു വെച്ച സ്ഫോടക വസ്തുക്കളാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. പോലീസ് ഇത് അന്വേഷിക്കണം. കാരണം മാങ്കൂട്ടത്തിൽ വന്നാൽ ഞങ്ങൾ തടയും, തിരിച്ചോടിക്കും, മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു MLAയോടാണ് പറയുന്നത്. പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി നടക്കുന്നൊരു MLAയുടെ മുന്നിലാണ്, MLAക്കെതിരെയാണ് BJP കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ളവയെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭയപ്പെടുത്തി തിരിച്ചോടിക്കാൻ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ കടക്കുന്നത് തടയാൻ വേണ്ടി ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ശേഖരമാണോ ഇത് എന്ന് ന്യായമായും സംശയിക്കാം. ഇനി അതല്ലെങ്കിൽ ഏറ്റവും അധികം പാലക്കാട് BJPക്ക് ഡാമേജ് ഉണ്ടാക്കിയ സന്ദീപ് വാര്യർ എന്ന നേതാവിനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനുള്ള ലക്ഷ്യമാണോ ഇതിന് പിന്നിൽ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം ചർച്ചകൾ നടത്തുന്നില്ല. ഇത്രയും ഗൗരവതരമായൊരു വിഷയമായിട്ടും അതേക്കുറിച്ച് കാര്യമായി സംസാരിക്കുന്നില്ല. ഒരു ചെറിയ വാർത്ത കൊടുത്ത് അവസാനിപ്പിക്കുന്നതിനപ്പുറം ഫോളോ അപ്പുകളോ ചർച്ചകളോ മനുഷ്യജീവനെ ബാധിക്കുന്ന വിഷയമായിട്ട് പോലും, ഒരു നാടിനെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ട് പോലും ആ വിഷയത്തിൽ കാര്യമായ ഉത്തേജനമോ ഏതെങ്കിലും തരത്തിലുള്ള ശുഷ്കാന്തിയോ ഒന്നും നമ്മുടെ മാധ്യമ തമ്പ്രാക്കൾക്കില്ല. ഇത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. മുഖ്യധാര എന്ന് പറയുന്ന നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ചാനലുകളുടെയൊക്കെ നിലപാട് ഒരാളുടെ വ്യക്തിപരമായ വിഷയം അല്ലെങ്കിൽ ഒരു MLAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ
തെളിവുകളില്ല, ഏതെങ്കിലും തരത്തിലൊരു യുവതി പരാതിയുമായി വന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ വളരെ പ്രസക്തമായൊരു മൊഴി പോലും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിട്ടില്ല. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തലിന് വേണ്ടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തലിനെ വേട്ടയാടാൻ വേണ്ടി തങ്ങളുടെ എയർ ടൈം, അതായത് ഒരു ദിവസം രാവിലെ 6 മണി മുതൽ രാത്രി 11:30 വരെ നീളുന്ന ബുള്ളറ്റിൻ ടൈമിൻ്റെ ഏറ്റവും വാർത്താ സമയത്തിൻ്റെ ഏറ്റവും കൂടിയ സമയം ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നു. മറുവശത്ത് വളരെ ഗൗരവതരമായ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട സ്കൂളിലടക്കം സ്ഫോടക വസ്തുക്കൾ, BJP പ്രവർത്തകരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ. ഇത് എന്തിൻ്റെ സൂചനയാണെന്ന് പോലും ചോദിക്കാനുള്ള നട്ടെല്ല് ഇവിടുത്തെ മാധ്യമങ്ങൾക്കില്ലാതെ പോയത് എന്നെ വല്ലാതെ നിരാശനാക്കുന്നു. ലജ്ജ തോന്നുന്നു മാധ്യമ സമൂഹമേ, നിങ്ങൾ ഈ കാണിക്കുന്ന ചില കുത്തിത്തിരിപ്പുകൾ കാണുമ്പോൾ, നിങ്ങൾ ഈ കാണിക്കുന്ന ബോധപൂർവമായ നിശബ്ദത കാണുമ്പോൾ.